ഇന്ത്യക്ക് മൂന്നാമത്തെ ആണവ അന്തർവാഹിനി INS അരിഥമൻ എന്ന കമ്മീഷൻ ചെയ്യും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കും. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, എപ്പോഴാണ് കമ്മീഷൻ ചെയ്യുന്നത് അന്തർവാഹിനി? സ്മൃതി, ഇന്ത്യ തദ്ദേശീയമായി വികസിക്കുന്ന മൂന്നാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് അരിഥമാൻ. ഇന്ന് കമ്മീഷൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിരിക്കുന്നത്. രഹസ്യമായാണ് ഇത്തരത്തിലേക്കുള്ള ആണവ അന്തർവാഹിനികളുടെ കമ്മീഷൻ നേരത്തെ നടന്നിട്ടുള്ളത്. 2016 അരിഹന്തിന്റെ കമ്മീഷൻ നടന്നത്. 2024 അരിഘട്ടിന്റെ കമ്മീഷൻ നടത്തുകയും ചെയ്തു. അതൊക്കെ നിശബ്ദമായാണ് ഇത്തരത്തിലേക്ക് അത് കമ്മീഷൻ ചെയ്യുകയും ചെയ്തത്. ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന ചടങ്ങിൽ ഇത് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് വെറും വാക്കല്ല, ശക്തിയുടെ പ്രതീകമാണെന്നുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗിന്റെ എക്സ് ഹാൻഡിലുകളിലുള്ളത്. അതിനകത്താണ് ഇപ്പോൾ ഇന്ന് തന്നെ കമ്മീഷൻ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ഈ ഷിപ്പ് സബ്മേഴ്സിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്നൊരു പദ്ധതി തന്നെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു. അതിന്റെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ തദ്ദേശീയമായി നിർമ്മിച്ച അന്തർവാഹിനി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. INS അരിഥമാൻ പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടത്തിലാണെന്നും ഉടൻ കമ്മീഷൻ ചെയ്യുമെന്ന് നേരത്തെ തന്നെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി ഡിസംബറിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് തന്നെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുമെന്നുമാണ് വ്യക്തമാക്കുകയും ചെയ്തത്. ഇത് വലിയ രീതിയിലുള്ള ഒരു ചരിത്രത്തിലേക്ക് കൂടിയാണ് പോകുന്നത്. കാരണം ഇത് UK-ക്കും ഫ്രാൻസിനും റഷ്യയ്ക്കും ഒക്കെ അവകാശപ്പെട്ടതാണ് ഇത്തരത്തിലേക്ക് ആണവ അന്തർവാഹിനി സ്വന്തമായി ഉണ്ട് എന്നത്. എന്തായാലും മൂന്നാമത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച അന്തർവാഹിനി കൂടി എത്തുന്നതോടെ UK-ക്കും ഫ്രാൻസിനും റഷ്യയ്ക്കും ഒപ്പം ഇന്ത്യ എത്തുവാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിരോധ രംഗത്ത് വലിയൊരു നേട്ടമാണെന്നാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നത്. സ്മൃതി, ശരി, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.